എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ സ്റ്റേജിലെത്തിച്ച് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വീകരണ സമയം വൈകുന്നേരം 4 മണിയായിരുന്നെങ്കിൽ ഈ അർദ്ധരാത്രി സമയത്ത് ആ വാഹനങ്ങളൊന്ന് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. രാത്രി 1 മണി സമയത്താണ് അത്യാവശ്യക്കാരാണ് പോകുന്നത്. ആ വാഹനം പോകാനുള്ള ബഹുമാന്യ സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാന് ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാണ്. വന്നപ്പോ ഒക്കെ നമ്മുടെ ആളുകളുടെ സ്നേഹം, ഈ സ്നേഹവും 7 മണിക്ക് എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോ 7 മണി മുതൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഒരു 3 സ്ഥലത്തും കൂടിയേ പോവാനുള്ളൂ. അവിടെ ഇതുപോലെ ആൾക്കാരെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് കണ്ണവത്തേക്ക് പോകും വേണം. അവിടെ നാളെ ആദ്യത്തെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും എന്നുള്ളത് തന്നെയാണ് സംശയമാണ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യാജ പരാതി കൊണ്ടും വടകരയുടെ സ്നേഹം കൊണ്ട് തന്നെ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടും ആരെയും ആക്ഷേപിച്ചിട്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. നമുക്ക് ഉള്ളത് പറഞ്ഞിട്ട് തന്നെ എന്തോരം പറയാണ്ടല്ലേ വലട്ട, ഉള്ള കാര്യങ്ങൾ തന്നെ എന്തേലും നമുക്ക് പറയണം. അത് പറഞ്ഞിട്ട് ജയിച്ചാൽ മതി. നമ്മൾ ജയിക്കൊണ്ടാവും വിധം ഈ നാടിനു വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പ് എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കുക. ഇനി സ്ഥാനാർത്ഥി നന്ദിയാണ് പറയേണ്ടത്. 26-ാം തീയതി ഉച്ചക്ക് പോയി വോട്ട് ചെയ്യണം. അവര് പറയാൻ വേണ്ടിയില്ല ഞാൻ ഇത് പറയുന്നത്. അപ്പോ നിങ്ങളുടെ തീരുമാനമാണ് രാവിലെ തന്നെ പോണേ, ഉറപ്പായിട്ടും കേട്ടോ. ഇനി ഒരു തീരുമാനം കൂടി പൂർവ്വമല്ല, എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കൂടെ ഉണ്ടാവും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ആളൊന്നും ആവില്ല. എന്നെ കൊണ്ട് നിങ്ങൾ കൊടുങ്ങും, ഞാൻ പറഞ്ഞുതരാം.